മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു നടിയായിരുന്നു മീര ജാസ്മിൻ. വിവാദങ്ങളും ഗോസിപ്പുകളും കടുത്ത സമയത്താണ് മീര പതിയെ സിനിമാ ലോകത്തു നിന്നും അകന്നത്. മീര ജാസ്മിനും കാവ്യമാധവനും പ്രധാന വേഷം ചെയ്ത സിനിമയാണ് പെരുമഴക്കാലം. ഏറെ വർഷങ്ങൾക്ക് ശേഷം ക്യൂൻ എലിസബത്ത് എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് മീര ജാസ്മിൻ. ഇപ്പോൾ നടിയുടെ ഒന്നിലേറെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുമുണ്ട്. മലയാളത്തിൽ ഒരു കാലത്ത് തരംഗം സൃഷ്ടിക്കാൻ സാധിച്ച മീര ജാസ്മിൻ തമിഴിലും തെലുങ്കിലുമെല്ലാം നിറസാന്നിധ്യമായിരുന്നു. കാവ്യമാധവന് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം പെരുമഴക്കാലത്തിലൂടെ ലഭിച്ചു. ഇതേക്കുറിച്ച് മുമ്പൊരിക്കൽ മീര പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. പെരുമഴക്കാലത്തിൽ സംസ്ഥാന അവാർഡ് കാവ്യക്ക് കിട്ടിയപ്പോഴുള്ള വികാരം എന്തായിരുന്നു എന്ന ചോദ്യത്തിന് മീര അന്ന് പറഞ്ഞ മറുപടി, കാവ്യ നന്നായി പെർഫോം ചെയ്തിട്ടായിരിക്കും കാവ്യക്ക് കിട്ടിയത്. നമ്മുടെ കൂടെയുള്ള നടിക്ക് അവാർഡ് കിട്ടിയതിൽ എനിക്ക് അഭിമാനമുണ്ട്. ആ പടത്തിന് കിട്ടിയതും വലിയ കാര്യം. ഞാൻ അഭിനയിച്ച പടമാണല്ലോ, അതിന് അംഗീകാരം കിട്ടിയതിൽ സന്തോഷമുണ്ട്. കാവ്യ അത് അർഹിച്ചതാണ്, കിട്ടി. അതിൽ കൂടുതൽ അഭിപ്രായം പറയാൻ താല്പര്യമില്ല. ഞാൻ മാത്രം എല്ലാ അവാർഡും വാങ്ങിക്കണമെന്നുണ്ടോ? എല്ലാവരും ആർട്ടിസ്റ്റുകളാണ്, എല്ലാവരും കഷ്ടപ്പെടുന്നു. എനിക്ക് എന്നെക്കുറിച്ചുള്ള സ്വപ്നങ്ങളെ പോലെ അവർക്കും അവരെക്കുറിച്ച് ഓരോ സ്വപ്നങ്ങളുണ്ടെന്നും മീര അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു. തന്റെ ഇഷ്ടപ്രകാരം മാത്രമേ സിനിമകൾ തിരഞ്ഞെടുത്തിട്ടുള്ളൂ എന്നും മീര ജാസ്മിൻ അന്ന് വ്യക്തമാക്കി. അതേസമയം 2020 എന്ന സിനിമയിൽ നിന്ന് മാറി നിന്നത് ഇക്കാരണത്താൽ അല്ലെന്നും മീര ജാസ്മിൻ വ്യക്തമാക്കിയിരുന്നു. സിനിമ ചെയ്യാൻ പറ്റാത്തതിൽ വിഷമമുണ്ട്. ദിലീപേട്ടൻ എന്റെ നല്ലൊരു സുഹൃത്താണ്, മനഃപൂർവ്വം ചെയ്യാതിരുന്നതല്ല. പക്ഷേ എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചു. ദിലീപേട്ടൻ എന്നെ വിളിച്ച് ഡേറ്റ് ചോദിച്ചു. ഏതോ ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് പ്രശ്നം കൊണ്ട് എന്നോട് ചോദിച്ച ഡേറ്റിൽ നിന്നും 2-3 മാസം നീണ്ടുപോയി. ആ സമയത്ത് ഒരു തെലുങ്ക് പ്രൊജക്ട് വന്നു, അത് തീർക്കേണ്ട അവസ്ഥയായി. അവരുടെ പ്രഷർ വരികയും 2020 എന്നെ വിളിക്കുകയും ചെയ്തു. തീരെ വരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു മീര ജാസ്മിൻ പറഞ്ഞു. സംവിധായകൻ സത്യൻ അന്തിക്കാടിനെ പുകഴ്ത്തിയും അന്ന് മീര ജാസ്മിൻ സംസാരിച്ചിരുന്നു. 4 സിനിമകൾ അദ്ദേഹത്തോടൊപ്പം ചെയ്തു. അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുന്ന ആർട്ടിസ്റ്റുകൾ ഭാഗ്യം ചെയ്തവരാണ്. ആർട്ടിസ്റ്റുകൾക്ക് വേണ്ടത് ഫ്രീഡമാണ്, അത് അദ്ദേഹം തന്നിരുന്നു. ആദ്യം വേണ്ടത് മനുഷ്യത്വമാണ്. മനുഷ്യരാണ് അഭിനയിക്കുന്നതെന്ന് പറയാമല്ലോ. അവർക്ക് ചില പ്രശ്നങ്ങൾ കാണും. ചിലപ്പോൾ ആരോഗ്യം മോശമായിരിക്കും, ചിലപ്പോൾ തളർന്നിരിക്കും. ഇത് മനസ്സിലാക്കാൻ പറ്റുന്ന സംവിധായകൻ വേണം. ചുമ്മാ സെറ്റ് നന്നായിട്ടോ ലൈറ്റപ്പ് നന്നായിട്ടോ കാര്യമില്ല. ആർട്ടിസ്റ്റിന്റെ മുഖത്ത് നിന്ന് അഭിനയം വരണമല്ലോ. അതിനുവേണ്ട അവരെ മനസ്സിലാക്കി കൈകാര്യം ചെയ്യുന്ന സംവിധായകൻ വേണം. ചില സിനിമകൾ തുടങ്ങുമ്പോൾ തന്നെ ഇത് എപ്പോൾ തീരുമെന്ന ചിന്ത വരും. അത്തരം സിനിമകളിൽ അഭിനയം നന്നാകില്ലെന്നും മീര ജാസ്മിൻ അന്ന് തുറന്നു പറഞ്ഞിരുന്നു.